ഹായ് എല്ലാവർക്കും നമസ്കാരം. വിഷുവൊക്കെ വന്ന് നമ്മുടെ ഇത് ഒരു പാക്കറ്റ് ഗോതമ്പൊടിയും ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ചെയ്യാൻ പോണേ. ഇത് മാത്രം പോരാതെ ഇത്രയും ചെറുനാരങ്ങയും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാത്രം നമ്മളിങ്ങനെ വെക്കുവാണേ. ഇതിനകത്തേക്ക് ഈ ഗോതമ്പൊടി നമ്മൾ പൊട്ടിച്ചിടാൻ വേണ്ടി ഇടുവാണേ. ഇത് ഇത്ര ഇട്ടിട്ടുണ്ട്. ഇടാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇതിനകത്തേക്ക് പൊട്ടിച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാത്രം ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഇത് എന്തൊക്കെ ചെയ്താലും പോവില്ല, ഇങ്ങനെ കറ പിടിച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു സംഭവം മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിനകത്തേക്ക് ഈ നാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിക്കുവാണ്. ഇത് വട്ടം കണ്ടിച്ച് നാരങ്ങ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുവാണ്. കുരും ഒന്നും കളയണ്ട, മൊത്തം ഒഴിച്ച് കഴിഞ്ഞാൽ മതി. മൊത്തം കറ പിടിച്ചിരിക്കുക. ഈ ക്ലാവെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര തേച്ചാലും പോകില്ല. നോക്കിയേ, നല്ല കറ പിടിച്ചിരിക്കുവാണ്. ഇതിൻ്റെ സൈഡാക്കണ്ട. ഇപ്പോഴത്തെ ഈ വിളക്കിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ ഫുള്ള് തേക്കാൻ പോവാണ്. ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതിയേ. നല്ലപോലെ തേച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി. എന്നിട്ടൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ തുടച്ച് കളഞ്ഞാൽ മതി. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഈ തേച്ച ഭാഗത്ത് കണ്ടത് അഴുക്ക്, ആ കറുത്തൊരു സാധനം പെട്ടെന്ന് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ യാതൊരു ഇതും വേണ്ടത്, നിസ്സാര ഇതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം തുടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോരം പോയെന്ന്. ഈ ഒരു ഇടയിലൊക്കെ നോക്കി നല്ലപോലെ കറ പിടിച്ചിരിക്കുകയാണ്. അവിടെ ഫുള്ള് നമ്മൾ തേച്ച് കൊടുക്കുക. ഇതുപോലെ കുഴമ്പ് പരുവത്തിലാക്കുക. എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട, നാരങ്ങാനീരും ഇത് മാത്രം മതി. ഇത്രയും വലിയ വിളക്ക് തേക്കാൻ 15 മിനിറ്റ് മതി. അപ്പോൾ സാധാ ചെറിയ വിളക്കൊക്കെ തേക്കാൻ നിസ്സാര സമയം മതി. ഏകദേശം ഒരു 10 മിനിറ്റോളായി നമ്മൾ തേക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. എന്നിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തോരം പോയെന്ന്. വെള്ളം ഒഴിക്കുവാണേ, നോക്കിക്കോ. മേൽഭാഗം കണ്ട എന്ത് സൂപ്പറായി നോക്കി. അത്രയും വെളുത്ത നല്ല വ്യത്യാസമുണ്ട് കണ്ട. നമ്മുടെ ആ ഒരു പൊടിയിട്ട് കുഴച്ച ഭാഗത്തെ മാറ്റം കണ്ട, ഇത്രയും വെളുത്ത. ഇതിൻ്റെ പവർ ശരിക്കും അറിയണമെങ്കിൽ ഈ കിണ്ടിക്കിട്ട് നോക്കിയോ. ഇപ്പോൾ ഈ കിണ്ടി ഇങ്ങനെ വെച്ചു. നമ്മളിത് ഈ ഒരു ഭാഗത്ത്, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തുടച്ചാലൊന്നും പോകില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഗോതമ്പൊടിയും മഞ്ഞപ്പൊടിയും ഇങ്ങനെ അങ്ങ് വെച്ചേ. ഒരു 30 സെക്കൻഡ് ആയാലും ഞാൻ തുടച്ച് കാണിച്ചു തരാം. അപ്പോൾ നീ പവർ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ കണ്ട, ആ ഒരു ഭാഗം നല്ലപോലെ വെളുത്ത കണ്ട. ഇപ്പോൾ ഈ കിണ്ടിയുടെ കോലം കണ്ടല്ലോ. ഇതിപ്പോൾ നമ്മളിത് ഫുള്ളൊന്ന് തേച്ച് കൊടുക്കുവാണ്. ജസ്റ്റ് ഒന്ന് വെറുതെ തേക്കുക. ഞാൻ വെറുതെ കൈവച്ചാണ് തേക്കുന്നത്. ഇതിനകത്ത് വേറൊരു സാധനവും തേച്ചിട്ടില്ല, കൈവച്ച് മാത്രം തേക്കുവാണ്. അപ്പോൾ തന്നെ നല്ലപോലെ കളർ മാറുന്നുണ്ട്. എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് നോക്കാം. നമ്മളിതേ നല്ലപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളത്തിൽ മുക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ വെളുപ്പ് മനസ്സിലാവും. നോക്കി എന്ത് കളറായി നോക്കി. അടിപൊളിയായില്ലേ? എങ്ങനെയായിരുന്ന കിണ്ടിയാ നോക്കി. വിഷുവാണ്, കണി വെക്കാനൊക്കെ ഇതുപോലെ എല്ലാം വെട്ടിത്തിളങ്ങും. കുറച്ച് മഞ്ഞപ്പൊടി, ഗോതമ്പൊടി, നാരങ്ങാനീര് മാത്രം മതി കേട്ടോ.